Kinds of animal distribution. The biodiversity of the world is not uniformly and equally distributed all over. ഭൂമിയിലുള്ള ജൈവ വൈവിധ്യം ഇവിടെ ഈക്വലായിട്ടും യൂണിഫോം ആയിട്ടും അല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ഓരോ ജീവി വിഭാഗവും അവയുടെ അഡാപ്റ്റേഷൻസിൻ്റെയും അതുപോലെ തന്നെ അവ പ്രിഫർ ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനെയും ബേസ് ചെയ്തിട്ട് പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സെഷനിൽ പലതരത്തിലുള്ള ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് ഏതൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൈൻഡ്സ് ഓഫ് ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ പല കാറ്റഗറിയിൽ വരും. കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ബൈപോളാർ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ എക്സാമ്പിൾ സഹിതം ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് കാറ്റഗറി കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. ആ പേര് പറയുന്ന പോലെ തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസംസ് എൻറ്റയർ വേൾഡിൽ വളരെ യൂണിഫോം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്നത് വളരെ കുറച്ച് മാത്രം ഓർഗാനിസംസേ ഉള്ളൂ. അതിനുള്ള കാരണം പല വൈഡ് റേഞ്ച് ഓഫ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും സർവൈവ് ചെയ്യണമെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് അഡാപ്റ്റേഷൻസ് വേണം. ആ അഡാപ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കോസ്മോപൊളിറ്റൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആകാൻ പറ്റുള്ളൂ. സോ the organisms having cosmopolitan distribution must possess wide range of adaptations to adapt with the different types of environmental conditions. അപ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദേ ആർ കേപ്പബിൾ ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരു റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള കാരണം, അല്ലെങ്കിൽ അവ ഈക്വലി അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാനുള്ള കാരണം അവയ്ക്ക് മൈഗ്രേറ്റിംഗ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് ബ്ലൂ വെയിൽ, അക്വാട്ടിക് മാമലാണ്. അത് എല്ലാ തരത്തിലുള്ള ഓഷ്യൻസിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളതാണ് ഹ്യൂമൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് ഹൈലി അഡാപ്റ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. നമ്മൾ നമ്മുടെ ടെക്നോളജിക്കൽ സയൻറ്റിഫിക് ഇന്നോവേഷൻസ് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലും സർവൈവ് ചെയ്യും. അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹ്യൂമൻസ്. പിന്നെയുള്ളത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് ആണ്. അത് നാച്ചുറലി കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല റീജിയൻസിലേക്കും മനുഷ്യനാണ് അവയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലെല്ലാം സർവൈവ് ചെയ്യാൻ അവയ്ക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പിന്നെയുള്ള ഇൻവെർട്ടിബ്രേറ്റിൻ്റെ ഒരു കാറ്റഗറിയാണ് മൈറ്റ്ലെസ് എന്ന് പറയുന്ന ഒരു മൊളസ്ക്. ഇത് എല്ലാ തരത്തിലുള്ള വാട്ടേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ളതാണ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ആ പേര് പറയുന്ന പോലെ തന്നെ ഇവിടെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതായത് സാധാരണ രീതിയിൽ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഒരുമിച്ച് ഒരു റീജിയനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ റിലേറ്റഡ് സ്പീഷീസ് വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അവരുടെ പോപ്പുലേഷൻസ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കാം. ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ഓർ റിലേറ്റഡ് സ്പീഷീസ് ആർ ഫൗണ്ട് ടു ഇൻഹാബിറ്റ് ലോക്കലൈസ്ഡ് ഏരിയാസ് വൈഡ്ലി സെപ്പറേറ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് എനി കണ്ടിന്യൂറ്റി. അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഡിസ്ട്രിബ്യൂഷനിലൊരു കണ്ടിന്യൂറ്റി ഇല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ എലിഫൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പോപ്പുലേഷൻസിനെ കൺസിഡർ ചെയ്യാം. എലിഫൻസ് സാധാരണ രീതിയിൽ 2 ജീനസിലാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. എലിഫസ് എന്ന് പറയുന്ന ഏഷ്യൻ എലിഫൻറ്റും അതുപോലെ ലോക്സോഡോണ്ട എന്ന് പറയുന്ന ആഫ്രിക്കൻ എലിഫൻറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ 2 കോണ്ടിനെൻസിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഏഷ്യൻ എലിഫൻറ്റ് ഏഷ്യൻ കോണ്ടിനെൻറ്റിലും ദെൻ ആഫ്രിക്കൻ എലിഫൻറ്റ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും. ഇവ തമ്മിൽ എന്തില്ല, കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷേ ഇവ രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് എലിഫൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിനകത്ത് വേറെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. പെരിപാറ്റസ് ഉണ്ട്, ബെലോസ്റ്റോമയുണ്ട്. പെരിപാറ്റസ് എന്ന് പറയുന്നത് ഒരു ആർത്രോപോഡനാണ്. അതുപോലെ തന്നെ ബെലോസ്റ്റോമയും ആർത്രോപോഡനാണ്. പെരിപാറ്റസ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. അനലിഡയുടെയും ആർത്രോപോഡയുടെയും ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് പെരിപാറ്റസ്. അപ്പോൾ പെരിപാറ്റസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് ട്രോപ്പിക്കൽ അമേരിക്കയിലുണ്ട്, ട്രോപ്പിക്കൽ ആഫ്രിക്കയിലുണ്ട്, ഇൻഡോ മലയൻ റീജിയനിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, ഈസ്റ്റ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഈ പറഞ്ഞ റീജിയൻസിൽ മാത്രമേ ഉള്ളൂ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് ബെലോസ്റ്റോമ. ബെലോസ്റ്റോമ എന്ന് പറയുന്നത് അഗെയിൻ ജയൻറ്റ് വാട്ടർ ബഗ് എന്ന് പറയുന്ന ആർത്രോപോഡൻ വെറൈറ്റിയാണ്. ജയൻറ്റ്
വാട്ടർ ബഗ്. അപ്പോൾ ഇത് അമേരിക്കയിലുണ്ട്, സദേൺ ഏഷ്യയിലുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി വെർട്ടിബ്രേറ്റ്സിലേക്ക് വരുമ്പോഴേക്കിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒന്നാണ് ഫിഷസിനകത്ത് വരുന്ന ഡിപ്നോയി എന്ന് പറയുന്ന ഓർഡർ. ഡിപ്നോയി ലങ് ഫിഷസ് വരുന്ന ഓർഡറാണ് ഡിപ്നോയി. അപ്പോൾ അതിനകത്ത് തന്നെ 3 വെറൈറ്റീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ ലങ് ഫിഷ്, ദെൻ ആഫ്രിക്കൻ ലങ് ഫിഷ്, ഓസ്ട്രേലിയൻ ലങ് ഫിഷ്. അപ്പോൾ അവ എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് ഓരോരോ കോണ്ടിനെൻസിലാണ്. അമേരിക്കൻ ലങ് ഫിഷ് ലെപ്പിഡോസൈറൻ, അത് സൗത്ത് അമേരിക്കയിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ദെൻ ആഫ്രിക്കൻ ലങ് ഫിഷ് പ്രോട്ടോപ്റ്റിറസ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ലങ് ഫിഷ് നിയോസെറാറ്റോഡസ്, അത് ഓസ്ട്രേലിയൻ റീജിയനിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ സ്റ്റോക്കിൽ നിന്ന് വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഡിപ്നോയി എന്ന് പറയുന്ന ഫിഷസിൻ്റെ ഓർഡർ. പിന്നെ വെർട്ടിബ്രേറ്റ്സിനകത്തുള്ള ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന വെറൈറ്റീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രിച്ച് നോക്കുകയാണെങ്കിൽ ഓസ്ട്രിച്ച് ഏവ്സിനകത്ത് വരുന്നതാണ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബേർഡാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ കാറ്റഗറി അത് അറേബ്യയിലും ഉണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിലുമുണ്ട്. അതേപോലെ തന്നെയാണ് ക്യാമലും. ക്യാമലിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്. ആഫ്രിക്കയിലും അറേബ്യൻ റീജിയനിലും മിഡിൽ ഈസ്റ്റിലും നമുക്കിതിനെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എലിഫൻസ് എന്ന് പറയുന്നത് ഏഷ്യൻ റീജിയനിലും, ലോക്സോഡോണ്ട എന്ന് പറയുന്നത് ആഫ്രിക്കൻ റീജിയനിലും. പിന്നെ ടപ്പീർ. അപ്പോൾ ടപ്പീറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മലേഷ്യ, സെൻട്രൽ സൗത്ത് അമേരിക്ക, ദെൻ ജാവ, സുമാത്ര, ഇവിടെയൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഗാനിസംസ് എല്ലാം ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. ഈ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ ഈ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന പല ഓർഗാനിസംസും ഒരു കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കാണിച്ചിരുന്നത്. അല്ലെങ്കിൽ നേരത്തെ അവ ഈക്വലി യൂണിഫോം ആയിട്ടാണ് ഈ വേൾഡിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നത്. പിന്നീട് അവയുടെ കണ്ടിന്യൂറ്റിക്ക് എന്തൊക്കെയോ ലോസ് സംഭവിച്ചു, അവ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ ആ കണ്ടിന്യൂറ്റിക്ക് ലോസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലോസ് ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ഡ്യൂ ടു എക്സ്റ്റിങ്ഷൻ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റീജിയൻസ്. അതായത് ഇപ്പോൾ എല്ലാ റീജിയൻസിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയി, പക്ഷേ ചില റീജിയൻസിൽ അവയ്ക്ക് സെലക്റ്റീവായിട്ട് എക്സ്റ്റിങ്ഷൻ നടന്നു. അങ്ങനെയുള്ള ഇൻ്റർമീഡിയറ്റ് റീജിയൻസിൽ എക്സ്റ്റിങ്ഷൻ നടന്നതുകൊണ്ട് അവ ഇപ്പോൾ കാണുന്ന റീജിയൻസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളതാണ്. ദെൻ സബ്മർജൻസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജസ്, അതായത് പല ലാൻഡ് മാസസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലാൻഡ് ബ്രിഡ്ജസ് ഉണ്ടായിരുന്നു. ഈ ലാൻഡ് ബ്രിഡ്ജസ് ആയിരുന്നു ആക്റ്റീവായിട്ട് ഓർഗാനിസത്തിൻ്റെ മൈഗ്രേഷനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഫാക്ടർ. ഈ ലാൻഡ് ബ്രിഡ്ജസ് ഇല്ലാതായപ്പോഴേക്കിന് ആ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റീജിയൻസിൽ അല്ലെങ്കിൽ ആ ലാൻഡ് മാസസിൽ മാത്രമായിട്ട് ഈ ഓർഗാനിസംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ റീജിയൻസിൽ അതിൻ്റെ ലോസ് ഉണ്ടായി, സബ്മർജൻസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജസ്. ദെൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, അതായത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം വഴി ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിംഗിൾ ലാൻഡ് മാസ് ആയിരുന്നു. ആ ലാൻഡ് മാസിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പലതരത്തിലുള്ള കോണ്ടിനെൻസും ഉണ്ടായപ്പോൾ സെപ്പറേഷൻ നടന്നപ്പോഴേക്കിന് ആ ആദ്യമേ ഉണ്ടായിരുന്ന ആൻസിസ്ട്രൽ സ്റ്റോക്സ് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആകാൻ കാരണമായി എന്നുള്ളതാണ്. അവയുടെ ഇടയ്ക്ക് നാച്ചുറൽ പോപ്പുലേഷൻസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകാൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിന്യൂറ്റിക്ക് ലോസ് ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. എക്സ്റ്റിങ്ഷൻ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റീജിയൻസ്, സബ്മർജൻസ് ഓഫ് ലാൻഡ് ബ്രിഡ്ജസ്, ദെൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. ഇനി അടുത്ത കാറ്റഗറി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ് പോളാർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോളാർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഇൻ പോളാർ റീജിയൻസ് അലോൺ. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് പോളാർ റീജിയൻസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ പോളാർ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിൽ മാത്രമേ ഉള്ളൂ ഈ പോളാർ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആബ്സെൻസ് ഇൻ ഇൻ്റർമീഡിയറ്റ് സോൺസ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള റീജിയൻസിൽ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ട്രോപ്പിക്കൽ, ഇൻ്റർമീഡിയറ്റ്, ടെമ്പറേറ്റ് റീജിയൻസിൽ ഇത് കാണത്തില്ല. ഈ പോൾസിൽ മാത്രമേ കാണത്തുള്ളൂ, സൗത്ത് പോളിലും നോർത്ത് പോളിലും. അപ്പോൾ ഇതിൻ്റെ ലോസ് ഓഫ് കണ്ടിന്യൂറ്റി, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ട്രോപ്പിക്കൽ റീജിയൻസിലും ഇല്ല, ടെമ്പറേറ്റ് റീജിയൻസിലും ഇല്ല.
അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എക്സ്റ്റിങ്ഷൻ ഓഫ് ഓർഗാനിസംസ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റീജിയൻസ്. അതായത് നേരത്തെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു, കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിരുന്ന ഓർഗാനിസംസ് കാറ്റഗറി തന്നെയായിരുന്നു. പക്ഷേ ഇൻ്റർമീഡിയറ്റ് സോൺസിൽ, അതായത് ഇൻ്റർമീഡിയറ്റ് റീജിയൻസിൽ എക്സ്റ്റിങ്ഷൻ, സെലക്റ്റീവ് എക്സ്റ്റിങ്ഷൻ നടന്നു. ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ നടക്കുന്നത് പോലെ തന്നെ. അതായത് ട്രോപ്പിക്കൽ റീജിയനിലും ടെമ്പറേറ്റ് റീജിയനിലും ഉള്ള ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ കാറ്റഗറിയിലുള്ള ഓർഗാനിസത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്നുള്ളതാണ്. പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ ടു പോളാർ ക്ലൈമറ്റ്, അത് വലിയൊരു ഫീച്ചറാണ്. അതായത് പോളാർ ക്ലൈമറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് വളരെയധികം ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹൈലി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവ എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻ നടന്ന് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ വളരെ ആംപ്ലിറ്റ്യൂഡിൽ, വളരെ കൂടിയ ആംപ്ലിറ്റ്യൂഡിൽ ഇവയ്ക്ക് പോളാർ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതുകൊണ്ട് അവ പോളാർ റീജിയനിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയി. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് യൂഫോസിയ സൂപ്പർബ, ദെൻ ലാംന കൊർണൂബിക്ക. ലൂഫോസിയ സൂപ്പർബ എന്ന് പറഞ്ഞൊരു ഷ്രിമ്പ് വെറൈറ്റിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ പോളാർ ക്ലൈമറ്റിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ദെൻ ലാംന കൊർണൂബിക്ക, അതൊരു ഫിഷാണ്. അതും ഈ പോളാർ ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിലുള്ള വാട്ടേഴ്സിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ്, ലാസ്റ്റ് കാറ്റഗറിയാണ് ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. ആനിമൽസ് ആർ കൺഫൈൻഡ് ടു ഐസൊലേറ്റഡ് ഏരിയാസ്. ഒരു പർട്ടിക്കുലർ റീജിയൻസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ് ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവ വേറൊരു റീജിയനിലും ലോകത്തിൻ്റെ കാണത്തില്ല. അപ്പോൾ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ് ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്ന ആനിമൽസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഓർഗാനിസംസ് എല്ലാം പലപ്പോഴും ദേ ആർ ഓൺ ദ വെർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ വംശനാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളാണ് മിക്കവാറും ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവൈവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിയർലി ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് പ്രെഡേറ്റേഴ്സ്. അപ്പോൾ ഇത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് അവയുടെ പ്രെഡേറ്റേഴ്സ്, നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഗിവൺ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്നത്. അല്ലാതെ ഇവയുടെ അഡാപ്റ്റീവ് കേപ്പബിലിറ്റീസ് വളരെയധികം കൂടുതലായതുകൊണ്ട് അല്ല. അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ളതല്ല. പക്ഷേ പ്രെഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രം അവ സർവൈവ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് സ്പിനോഡോൺ, റിങ്കോസിഫാലിയ എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന ഒരു റെപ്റ്റീലിയനാണ് സ്പിനോഡോൺ. അപ്പോൾ ഇത് ന്യൂസിലൻഡ് റീജിയനിലാണ് സാധാരണ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ഓർഗാനിസം ആംഫിബിയൻസിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും ഇടയ്ക്ക് ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു റെപ്റ്റൈൽ ഫോമാണ്. പിന്നെയുള്ളത് ഓസ്ട്രേലിയൻ റീജിയനിൽ വരുന്ന മോണോട്രീംസ് ആണ്. മോണോട്രീംസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാണ്? എഗ് ലേയിങ് മാമൽസ് ആണ്. അപ്പോൾ പ്ലാറ്റിപ്പസ്, എക്കിഡ്ന പോലെയുള്ള എഗ് ലേയിങ് മാമൽസ് ഓസ്ട്രേലിയൻ റീജിയനിൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇവ ഇപ്പോൾ സർവൈവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ഇല്ല. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതിൽ അവ സർവൈവ് ചെയ്യുന്നു. അല്ലാതെ അവയുടെ അഡാപ്റ്റീവ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ല. ഇപ്പോൾ ഈ ഓർഗാനിസംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഏഷ്യയിൽ നിന്ന് ലാൻഡ് ബ്രിഡ്ജസ് വഴി ഓസ്ട്രേലിയൻ റീജിയനിൽ എത്തിയതാണ്. പിന്നീട് ട്രൂ മാമൽസ് അല്ലെങ്കിൽ മോണോട്രീംസിൻ്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ മോണോട്രീംസ് അവിടെ ഫ്ലറിഷ് ചെയ്തു, ഓസ്ട്രേലിയൻ റീജിയൻ ഫ്ലറിഷ് ചെയ്തു. പക്ഷേ പിന്നീട് ട്രൂ മാമൽസിൻ്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഏഷ്യൻ റീജിയനിൽ നിന്ന് ഓസ്ട്രേലിയൻ റീജിയനിലേക്ക് പ്രോപ്പറായിട്ട് സംഭവിച്ചില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഏഷ്യയും ഓസ്ട്രേലിയയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലാൻഡ് ബ്രിഡ്ജിന് ലോസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ റീജിയനിൽ ഇതുപോലെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മാമൽസ് വളരെയധികം കൂടുതൽ കാണുന്നത്. പിന്നെ അവയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവ അവിടെ സർവൈവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസൊലേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ആനിമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കുക.